ശ്യാം, ഇതിനോട് തന്നെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, ഈ ആശുപത്രിയിലുള്ള കുട്ടികളുടെയൊക്കെ ആരോഗ്യനില എന്താണ് എന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിൽ SFI ഇടപെട്ട ശേഷം ഉണ്ടായ വിവാദം എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ തൃക്കാക്കര KMM കോളേജിൽ സംഭവിച്ചത്? ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഇന്നലെ NCCയുടെ ക്യാമ്പ് ഈ മാസം 20-ാം തീയതി മുതൽ കോളേജിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ആദ്യം 2-3 കുട്ടികൾക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇതാദ്യം അവഗണിക്കപ്പെട്ടു. പിന്നീട് വൈകുന്നേരം രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് നിരവധി കുട്ടികൾക്ക്, അതായത് 10-ലധികം കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും തലകറക്കവും അടക്കമുള്ള ലക്ഷണങ്ങൾ ഉണ്ടായത്. ഇതോടെയാണ് ഇവരെ സമീപത്തുള്ള B&B ആശുപത്രിയിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ തുടങ്ങിയപ്പോൾ ക്യാമ്പിൽ കൂട്ടമായി തന്നെ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു. ആദ്യം 30 കുട്ടികളെത്തി, പിന്നീട് അത് 50-ആയി, പിന്നീട് അത് 73-ലേക്ക് എത്തുകയും ചെയ്തു. ഇതോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അധികൃതർ മറ്റ് ആശുപത്രികൾക്ക് ഒരു മുന്നറിയിപ്പ് സന്ദേശം നൽകുകയും ചെയ്തു. കാരണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെടാവുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി, കാരണം ക്യാമ്പിൽ 600 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 80% 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായത്. ഇതോടുകൂടി ചികിത്സകൾ ആരംഭിച്ചു. രാത്രിയിൽ തന്നെ ഡോക്ടർമാരെ കൂടുതലായി വിളിച്ചു വരുത്തി. നിലവിൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി ചില കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. കടുത്ത ശാരീരിക അവശതകളുള്ള കുട്ടികളെ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പുറമെ B&B എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലും സൺറൈസ് ആശുപത്രിയിലുമാണ് കുട്ടികൾ ചികിത്സയിലുള്ളത്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ള ഒരു ആശ്വാസ വാർത്ത ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷ്യവിഷബാധ ഇത്രയുമധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഈ വിവരങ്ങൾ അധികൃതർ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത് ഇന്നലെ രാത്രി സംഘർഷങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. അതിനിടെ നേരത്തെ പ്രജിൻ പറഞ്ഞ പോലെ ഒരു SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ വനിതാ നേതാവിൻ്റെ ഇടപെടൽ ചില പ്രശ്നങ്ങൾക്കിടയാക്കി. പിന്നീട് അവർ തന്നെ താൻ കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരു ശ്രമവും നടത്തിയിരുന്നു. ഏതായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് DMO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചോദിച്ച റിപ്പോർട്ട് നൽകപ്പെടും. ക്യാമ്പ് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ശരി ശ്യാം, എന്തായാലും ആ റിപ്പോർട്ട് വരുമ്പോഴാണ് എന്താണ് സംഭവിച്ചത്, അതിലെങ്ങനെയാണ് അധികൃതർ ഇടപെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും.